നിതിൻ രാജിന്റെ മരണത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ പ്രതിഷേധ പരമ്പര. വിദ്യാർത്ഥി യുവജന സംഘടനകളും ജനാധിപത്യ മഹിളാ അസോസിയേഷനും മാർച്ച് നടത്തി. KSU മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് ആ പ്രതിഷേധം അവിടെ പ്രതിഫലിക്കുന്നത്? ഹർഷൻ, ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും വനിതാ സംഘടനകളും എല്ലാം തന്നെ കടന്നിരിക്കുന്നത്. ഇന്ന് ഹർഷൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമര പരമ്പര തന്നെയായിരുന്നു ഈ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിന് മുന്നിൽ നടന്നത്. ആദ്യം എത്തുന്നത് KSUവിൻ്റെ പ്രതിഷേധമായിരുന്നു. അത് ഏകദേശം ഒരു 8:45 കൂടിയാണ് പോലീസ് വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെയായി കോളേജിനകത്തേക്ക് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പക്ഷേ പോലീസ് നിലയുറപ്പിക്കും മുൻപേ ഈ കോളേജ് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു KSU പ്രവർത്തകർ. ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന നേതാവ് മുഹമ്മദ് ഷമ്മാസ്, ഫർഹാൻ മുണ്ടേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എത്തിയ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തുടക്കത്തിൽ തന്നെ നടത്തിയത്. ഇവർ കോളേജിന്റെ അകത്തേക്ക്, കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. ഇതോടുകൂടി പോലീസ് അവരെ തടഞ്ഞു. അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നതാണ് പിന്നീട് കണ്ടത്. നേതാക്കളെയും പ്രവർത്തകരെയും അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷവും വാക്പോരും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. പിന്നാലെ മഹിളാ അസോസിയേഷൻ പ്രകടനവുമായി എത്തി. PK ശ്യാമളയുടെയും N സുകന്യയുടെയും നേതൃത്വത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധ പ്രകടനം. അവരും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അതിന് പിന്നാലെ DYFIയുടെയും BJPയുടെയും യുവമോർച്ചയുടെയും പ്രതിഷേധ പ്രകടനങ്ങൾ വന്നു. ഇവയും പോലീസ് ബാരിക്കേഡ് തീർത്ത് തടയുന്നതാണ് കണ്ടത്. പിന്നാലെ എത്തിയ SFIയുടെ പ്രതിഷേധ പ്രകടനം വലിയ സംഘർഷാവസ്ഥയാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന് മുന്നിൽ സൃഷ്ടിച്ചത്. പോലീസിന്റെ ബാരിക്കേഡ് ഒന്നാകെ എടുത്ത് മറിച്ചിട്ടാണ് SFI പ്രവർത്തകർ നേരെ ക്യാമ്പസിനകത്തേക്ക് കടക്കുന്നത്. ഡെന്റൽ കോളേജിന്റെ കെട്ടിടത്തിനടുത്ത് വരെ ഇവരെത്തി. അവിടെ കോളേജിന്റെ പേരെഴുതി വെച്ച ഗ്ലാസിൽ തീർത്ത ബോർഡ് ഉൾപ്പെടെ അടിച്ച് തകർത്തു. മുന്നിലുണ്ടായിരുന്ന ചെടിച്ചട്ടികൾ തകർത്തു. അങ്ങനെ ഈ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള ആളുകളുടെ വിദ്യാർത്ഥികൾക്കെതിരായ ഈ പെരുമാറ്റങ്ങളുടെ പേരിൽ വലിയ പ്രതിഷേധം നടത്താൻ തന്നെയാണ് സംഘടനകൾ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നത്. അതുതന്നെയാണ് ഇന്ന് കണ്ടതും. കാരണം പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ഈ അധ്യാപകനിൽ നിന്ന് നേരിടുന്ന നീചമെന്ന് പറയാവുന്ന, മറ്റു വാക്കുകളില്ലാത്ത നീചമെന്ന് പറയാവുന്ന ആ പെരുമാറ്റങ്ങളെക്കുറിച്ച് പരാതികൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയ്ക്ക് കൂടി ഇന്നത്തെ പ്രതിഷേധം ശക്തപ്പെടുന്നതാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന് മുന്നിൽ കണ്ടത്. ഏതായാലും ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാം തന്നെ തീരുമാനം. SFI ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികളിലേക്ക് തുറന്നു പറഞ്ഞ വിദ്യാർത്ഥികൾക്കെതിരെ പോവുകയാണെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ ഇടപെടൽ ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ SFI വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. KSUവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരങ്ങൾ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ ഡോക്ടർ MK റാമിനെതിരെ ഗുരുതരമായ തുറന്നു പറച്ചിലുകൾ കൂടി വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പലരും വർഷങ്ങളായി സഹിച്ചു പിടിച്ചു നിൽക്കുന്ന അവരുടെ ദയനീയ അവസ്ഥ, ഈ അധ്യാപകന്റെ ക്രൂരമായ പ്രവൃത്തികൾ, അതെല്ലാം തുറന്നു പറയുന്നത് കൂടിയാണ് ഇന്ന് ഈ പ്രതിഷേധങ്ങൾക്കിടെ കണ്ണൂരിൽ കണ്ടത്.